Hello friends, welcome to my channel. ഇന്ന് നമ്മൾ ടെറാക്കോട്ട വെച്ചിട്ട് ഒരു ഹാങ്ങിങ് ഇയറിംഗ്സ് ആണ് ഉണ്ടാക്കുന്നത്. അതിന് വ്യത്യസ്ത വലുപ്പത്തിലുള്ള 4 ബീഡ്സ് ആണ് ആവശ്യം. അപ്പോൾ നമ്മുടെ ജുംക്ക മോൾഡിൽ നന്നായിട്ട് ഓയിൽ തടവിയിട്ട് നമുക്ക് ആറാമത്തെ കുഴിയിൽ വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ ബീഡ്സ് ഉണ്ടാക്കിയെടുക്കാം. നമുക്ക് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി നല്ലൊരു റൗണ്ട് ഷേപ്പിൽ എടുക്കണം. അതിനകത്ത് ക്രാക്കൊന്നും വരാൻ പാടില്ല, നല്ല സ്മൂത്താക്കി എടുക്കുക. എന്നിട്ട് നമുക്കതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹോൾ ഇടണം. അധികം പ്രസ് ചെയ്യരുത് ബീഡ്സിൽ. അപ്പോൾ പതുക്കെ പ്രസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ടൊരു ഹോൾ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്കിതിൻ്റെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു വുഡൻ ടൂൾ യൂസ് ചെയ്തിട്ട് സൈഡിലായിട്ട് ചെറിയൊരു ഡിസൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത ബീഡ്സ് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് നാലാമത്തെ കുഴിയിൽ വെച്ചെടുക്കുന്ന ബീഡ്സ് ആണ്. അപ്പോൾ ഇതും നമുക്ക് സെയിം എല്ലാ ബീഡ്സും ചെയ്തതുപോലെ തന്നെ നമുക്ക് ഡിസൈനൊക്കെ ചെയ്തെടുക്കാം. നമുക്ക് ലാസ്റ്റത്തെ ബീഡ്സ് ഉണ്ടാക്കാം. ലാസ്റ്റത്തെ ബീഡ്സ് നമുക്ക് മൂന്നാമത്തെ കുഴിയിൽ വെച്ചിട്ട് എടുത്തിട്ടാണ് ലാസ്റ്റത്തെ ബീഡ്സ് ഉണ്ടാക്കുന്നത്. ഇതിന് സെൻറ്ററിൽ ഹോളൊന്നും ചെയ്യുന്നില്ല. നമുക്കിതിനകത്ത് ജസ്റ്റ് ഒരു ചെറിയൊരു കമ്പി വെച്ചിട്ട് വളച്ചിട്ട് നമുക്കതിനകത്ത് ഗുങ്കുറു ബീഡ്സിൻ്റെ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് അവസാനം വരുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് അതൊന്ന് തൂങ്ങിക്കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കമ്പി യൂസ് ചെയ്തിട്ട് നമ്മൾ ഗുങ്കുറു ബീഡ്സ് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ബീഡ്സൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2 സെറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് 2 സെറ്റിനുള്ള ബീഡ്സാണ് റെഡി ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എല്ലാം നമ്മൾ ഹോൾ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റത്തേൽ മാത്രം നമ്മളൊരു കമ്പി ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 ദിവസം നന്നായിട്ട് ഡ്രൈ ആക്കിയിട്ട് നമുക്ക് ഫയർ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് ഡ്രൈ ആക്കി ചെയ്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് കോട്ട് ഞാൻ ബ്ലാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂ കളറാണ് ഇതിനകത്ത് ചെയ്യുന്നത്. ഒരു സെറ്റിൽ ബ്ലൂ കളറാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെറ്റാലിക് ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കപ്പോൾ ബ്ലൂ കളർ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഫസ്റ്റ് കോട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ലൈറ്റായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെക്കൻഡ് കോട്ടും അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാത്തിലും ബ്ലൂ കളർ യൂസ് ചെയ്തു, വാർണിഷും ചെയ്തു. ഇനി നമുക്കിതിനകത്ത് ജോയിൻ ചെയ്യാനായിട്ടുള്ള കമ്പി ഫിറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു പിന്നാണ് യൂസ് ചെയ്യുന്നത്. ആ പിന്നിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്ക് ഇത്രയും വേണ്ട. അപ്പോൾ കുറച്ച് എക്സസ് ആയിട്ടുള്ള ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്ത് കളഞ്ഞ ഭാഗം നമ്മൾ കളയണ്ട. അത് നമുക്ക് അടുത്ത വേറെ എന്തെങ്കിലും ബീഡ്സ് ഉണ്ടാക്കുമ്പോൾ അത് യൂസ് ആവും. അപ്പം നമ്മൾ അത് എടുത്ത് വെക്കുക. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വളച്ച് നമുക്കിതിനകത്തൊന്ന് ഫിറ്റ് ചെയ്യണം ഇത്. അപ്പോൾ അതൊന്ന് ടൈറ്റാക്കി ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് എല്ലാ ബീഡ്സിലും ഇതുപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് നമുക്കിതിനകത്ത് ഹാങ് ചെയ്യാനായിട്ടുള്ള ഒരു ഹുക്കും കൂടി ഫിറ്റ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.